മക്കളെ, നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് ചാപ്റ്ററിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ടെസ്റ്റുകൾ അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെസ്റ്റുകളാണ് നമ്മളുടെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ആ ടെസ്റ്റുകൾ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈക്ക് തരാം, മിസ്സിന് ഒരു കമൻറ്റും തരാം. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു കുഞ്ഞു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിനകത്ത് നമുക്ക് എന്തെടുക്കാം, നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം. ഓക്കെ, കഞ്ഞിവെള്ളം നമ്മൾ എടുത്തു, അഥവാ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വിളിക്കും, റൈസ് ഗ്രുവൽ എന്ന് വിളിക്കും, കഞ്ഞിവെള്ളം. ഓക്കെ, കഞ്ഞിവെള്ളം കോഡ് വെച്ചിട്ടാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, കഞ്ഞിവെള്ളം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഒരു 2-3 തുള്ളി അയോഡിൻ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അയോഡിൻ ലായനി നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അയോഡിൻ ലായനി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കോഡാണ് മക്കളെ, ഇതാ പിടിച്ചോ. അമ്മ കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ 2-3 പേര് അയ്യോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ നീല കളർ. ഓക്കെ, അമ്മ കഞ്ഞിവെള്ളം കുടിച്ചു, 2-3 പേര് അയ്യോ എന്ന് പറഞ്ഞു. അപ്പം എന്തായി, അമ്മ നീല കളറായി. ഓക്കെ, അപ്പം അമ്മ കഞ്ഞിവെള്ളം കുടിച്ചു. ഓക്കെ, 2-3 പേര് അയ്യോ എന്ന് പറഞ്ഞു, 2-3 തുള്ളി അയോഡിൻ സൊല്യൂഷൻ. അമ്മ എന്തായി, നീല കളറായി. അപ്പം അമ്മ ദാ എന്തായി, നീല കളറായി. അപ്പം നമ്മുടെ സ്റ്റാർച്ച് ടെസ്റ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്റ്റാർച്ച് അഥവാ അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം എന്താണ്, കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് പദാർത്ഥമാണോ എടുക്കുന്നത് അവിടെ എന്തുണ്ട്, ആ അന്നജം അഥവാ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് എന്താവും, നീല കളർ അഥവാ ബ്ലൂ കളറാണ് കാണിക്കുക. ഓക്കെ, ബ്ലൂ അഥവാ നീല കളറാണ് കാണിക്കുക. റെഡി? യെസ്. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മുടെ പ്രോട്ടീൻ്റെ ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആരെയാണെന്നറിയോ, നമ്മളുടെ എഗ്ഗിനെയാണ് കേട്ടോ. എഗ്ഗ് വൈറ്റിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, മുട്ടയുടെ വെള്ളക്കരു, എഗ് വൈറ്റ്. ഓക്കെ, മുട്ടയുടെ വെള്ളക്കരു. ഓക്കെ, എഗ് വൈറ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യും. റെഡി? ഇതെങ്ങനെയാ മിസ്സിന് ഓർത്ത് വെച്ചതെന്നറിയോ, നമ്മുടെ എന്താണ്, എഗ്ഗിൻ്റെ വെള്ളയാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ എഗ് വൈറ്റിലേക്ക് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയെ നമ്മൾ എന്ത് ചെയ്തു, സോഡാ കുപ്പിയിൽ ഒഴിച്ചു. ഓക്കെ, എഗ് വൈറ്റിനെ അഥവാ നമ്മളുടെ മുട്ടയുടെ വെള്ളയെ നമ്മൾ സോഡാ കുപ്പിയിൽ ഒഴിച്ചപ്പോൾ നമുക്ക് എന്ത് കളറാണ് കിട്ടിയെന്നറിയോ, വയലറ്റ് കളർ കിട്ടിയെന്ന് കോടാലോചിക്കുക. അപ്പൊ സോഡാ കുപ്പി എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും കോപ്പർ സൾഫേറ്റും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കളറാണ് കിട്ടിയത്, നമുക്ക് വയലറ്റ് കളറാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, വയലറ്റ് കളറാണ് കിട്ടിയത്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് അർത്ഥം, പ്രോട്ടീൻ ഉണ്ട്. ഈ വയലറ്റ് കളർ വന്നിട്ടില്ലെങ്കിൽ അതിൽ പ്രോട്ടീൻ അഥവാ മാംസ്യം ഇല്ല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ലാസ്റ്റത്തെ ഒരു ടെസ്റ്റും കൂടെ മിസ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ പഴംപൊരീനെ, ഓക്കെ, പഴംപൊരീനെ നമ്മൾ എടുത്തു. പഴംപൊരീനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കഷ്ണം പേപ്പറിൻ്റെ മേലെ ഉരച്ചു. ഓക്കെ, ഒരു കഷ്ണം പേപ്പറിൻ്റെ മേലെ ഉരച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴും അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴും അതിൻ്റെ മേലെ എന്തുണ്ട്, നമ്മൾ ഉരച്ച എണ്ണപ്പാട് കാണുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ടെസ്റ്റ് എന്തിന് ടെസ്റ്റ് ചെയ്യാനാണെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 കോഡുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അമ്മ കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ 2-3 പേര് അയ്യോ എന്ന് പറഞ്ഞു, നോക്കിയപ്പോൾ നീല കളറ്. ഓക്കെ, ഇതെന്താണ്, എഗ് വൈറ്റ് അഥവാ മുട്ടയുടെ വെള്ളക്കരു സോഡാ കുപ്പിയിൽ ഒഴിച്ചപ്പോൾ വയലറ്റ് കളർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക. ആൻഡ് ഇത് ഏത് ടെസ്റ്റ് ആണ്, എന്തിൻ്റെ ടെസ്റ്റ് ആണ്, ഏത് ന്യൂട്രിയൻ്റ് ആണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, ഏത് പോഷകമാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.